Hello. So today let's discuss about methods and measurement in clinical research. അപ്പോൾ ക്ലിനിക്കൽ റിസർച്ചിൽ നമ്മൾ എന്തൊക്കെ കൈൻഡ് ഓഫ് മെത്തേഡ്സ് മെഷർമെൻറ്റ്സ് അസസ്മെൻ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സെഷനിലും അടുത്ത സെഷനിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റിസർച്ച് എന്ന് പറയുന്നത് മിക്ക ഫീൽഡ് ഓഫ് സ്റ്റഡീസിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എബ്നോർമൽ സൈക്കോളജിയെ പറ്റി പഠിക്കാനും കൂടുതൽ എന്തൊക്കെയാണ് റോങ് മെത്തേഡ്സ്, എന്തൊക്കെയാണ് റൈറ്റ് മെത്തേഡ്സ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, അതിനൊക്കെ ഒരുപാട് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റിസർച്ച് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ റിസർച്ച് ചെയ്താലേ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴേക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നമുക്ക് എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെത്തേഡ് കൊടുത്തു നോക്കും. അതൊരു 10-50 പേർക്ക് കൊടുത്തിട്ടെങ്കിലായിരിക്കും നമ്മൾ മനസ്സിലാക്കുക ദാറ്റ് മെത്തേഡ് വാസ് റോങ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി അതിൽ റിസർച്ച് ചെയ്യണം. റിസർച്ച് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്താ പറയുക, ഒരുപാട് പേർക്ക് അത് എഫക്റ്റ് ആവാതെങ്കിലും കുറച്ച് പേർക്ക് എഫക്റ്റ് ആയാലും കുഴപ്പമില്ല, ഒരുപാട് പേരിൽ എഫക്റ്റ് ആവാതെങ്കിലും ആ ഒരു മെത്തേഡ് റൈറ്റ് ആണോ റോങ് ആണോ, എന്തൊക്കെയാണ് സിംറ്റംസ്, കൈൻഡ് ഓഫ് ആ ഒരു അബ്നോർമൽ സൈക്കോളജിയെ പറ്റിയിട്ടുള്ള എല്ലാ ഐഡിയാസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റിസർച്ചിന് പറ്റും. അതുപോലെ തന്നെ ക്ലിനിക്കൽ റിസർച്ചേഴ്സ് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഏരിയാസിനെ പോലെയല്ല, നമ്മൾ പഠിച്ചു ക്ലിനിക്കൽ റിസർച്ച് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യുന്നത് ബിഹേവിയേഴ്സ്, അൺകോൺഷ്യസ് മോട്ടീവ്സ്, പ്രൈവറ്റ് തോട്ട്സ്, മൂഡ് ചേഞ്ചസ്, ഹ്യൂമൻ പൊട്ടൻഷ്യൽ, അങ്ങനെ ഒരുപാട് നമുക്ക് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പം അത്തരം കാര്യങ്ങൾ മെഷർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൽ റിസർച്ച് ചെയ്യുമ്പോഴോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, ഓരോ കൾച്ചർ, ഇപ്പോൾ ഇത്തരം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരുപാട് വേരിയബിൾസ് ആയിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ചില എത്നിക് ഗ്രൂപ്പ്സിൽ ഡിഫറെൻ്റ് ആയിരിക്കും, ചില സോഷ്യൽ കണ്ടീഷൻസിൽ ഡിഫറെൻ്റ് ആയിരിക്കും, ജെൻഡേഴ്സിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു സ്റ്റഡി നടത്തുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ റിസർച്ചേഴ്സിന് അത് ഒരുപാട് ചാലഞ്ചിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ അപ്പം ഇത്തരം ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടായാലും അറൗണ്ട് ഓവർ ദ പാസ്റ്റ് 40 years ക്ലിനിക്കൽ അബ്നോർമൽ സൈക്കോളജി ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ട്. ക്ലിനിക്കൽ ഏരിയാസ് ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ട്. ക്ലിനിക്കൽ റിസർച്ചേഴ്സിനെ നമ്മൾ ക്ലിനിക്കൽ സയൻറ്റിസ്റ്റുകളെന്നും കൂടി വിളിക്കും. ബിക്കോസ് അവർ ആ ഒരു യൂണിവേഴ്സൽ ലോ ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ അബ്നോർമൽ സൈക്കോളജിക്കൽ ഫങ്ഷനിങ് ഒക്കെ ഡിസ്കവർ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ അവരെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ക്ലിനിക്കൽ സയൻറ്റിസ്റ്റ് എന്നുകൂടി വിളിക്കും. ഓക്കെ, അപ്പം എന്താണ് അവരുടെ മേജർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ സെർച്ച് ഫോർ ദ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നേച്ചർ, കോസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അബ്നോർമാലിറ്റി. ക്ലിനിക്കൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം വരാനുണ്ട കാരണം എന്താണ്, ആ പ്രോബ്ലത്തിൻ്റെ നേച്ചർ എന്താണ്, കോസസ് എന്തൊക്കെയാണ്, സിംറ്റംസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആർ എഫക്റ്റീവ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡ്സൊക്കെയാണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഫോർ കളക്ടിങ് ഡേറ്റ, ഇവാലുവേഷൻ, അസസ്മെൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അസസ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒബ്സർവേഷൻസിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റിസർച്ചിൽ നമ്മളൊരു 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോയിൻ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. നമ്മൾ പ്രൊജക്റ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണല്ലോ. അപ്പം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഫാക്ടർ ഇറ്റ് ക്യാൻ വാരി ഫ്രം ടൈം ടു ടൈം ആൻഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആയിട്ട് വേരി ചെയ്യാവുന്ന, നമ്മൾ എടുക്കുന്ന ആ ഒരു മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫാക്ടറിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഏജ്, സെക്സ്, റേസ്, അതൊക്കെ എന്ന് പറയുന്നത് ഹ്യൂമൻ വേരിയബിൾസ് ആണ്. അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഇതാവാം, ഒക്യുപ്പേഷൻ, എനി കൈൻഡ് ഓഫ് വേരിയബിൾസ് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൂടുതലും മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള വേരിയബിൾസാണ് ക്ലിനിക്കൽ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അതിൽ കൂടുതലോ വേരിയബിൾസ് സെലക്ട് ചെയ്തിട്ട് ഇത് ഒന്ന് വേറൊന്നിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് ഒന്ന് ഡിഫറെൻ്റ് ആക്കുമ്പോൾ മറ്റൊന്നിന് വരുന്ന ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ അത്തരം രീതിയിലൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കേസ് സ്റ്റഡി, കോറിലേഷൻ ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, കേസ് സ്റ്റഡി നമുക്കറിയാമല്ലോ, നമ്മൾ ക്ലിനിക്കിൽ കൂടുതലായിട്ട് ചെയ്യുന്ന ഇൻ ഡീറ്റെയിൽ ആയിട്ടൊരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് കേസ് സ്റ്റഡി. ഒരു പെർട്ടിക്കുലർ കേസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസോർഡർ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു സ്റ്റഡിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതിനകത്ത് പേഴ്സൺസ് ഹിസ്റ്ററി, എന്താ പറയുക, പ്രസൻറ്റ് കേസ് ഉണ്ടാവാം, സിംറ്റംസ്, അങ്ങനെ ഒരുപാട് പ്രസൻറ്റ് സർക്കംസ്റ്റാൻസസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫാമിലി ഹിസ്റ്ററി എല്ലാം നമ്മൾ എടുക്കും കേസ് ഹിസ്റ്ററിയിൽ. അപ്പം നമ്മൾ ഇൻറ്റേൺഷിപ്പിന് പോയവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഐ സജസ്റ്റ് നിങ്ങൾ ഗ്രൂപ്പിൽ, നമ്മുടെ പേഴ്സണൽ ജേർണൽ വർക്കിൻ്റെ ഗ്രൂപ്പിലായാലും ഓക്കെ, കേസ് സ്റ്റഡിക്ക് പോയവർ ഒരു കേസ് സ്റ്റഡി നിങ്ങൾ അവിടെ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് നമ്മുടെ ജേർണൽ വർക്കിൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ, ഇന്നോ നാളെയോ ആയിട്ട് ഷെയർ ചെയ്താൽ, വോളണ്ടിയർ ആയിട്ട് നിങ്ങൾ അവിടെ അറിഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെ കേസ് സ്റ്റഡീസ് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ക്ലാസ്സെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടിയ ന്യൂ ഇൻഫർമേഷൻസിൻ്റെ ഒരു ഓഡിയോസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഐഡിയാസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളവിടെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി, എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസസ് നിങ്ങളവിടെ കണ്ടു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. നാളെയായിട്ട് നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ അത് പുതിയ ഐഡിയാസിൻ്റെ ഒരു മേജർ സോഴ്സ് ആയിരിക്കും അല്ലേ. ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്, ഓരോ ഡിസോർഡേഴ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ ഡിസ്കവറീസിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേസ് സ്റ്റഡീസ്. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് നമുക്കൊരു തിയറിക്ക് സപ്പോർട്ടും ആയിരിക്കാം ചിലപ്പം. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ കൈൻഡ് ഓഫ് തെറാപ്യൂട്ടിക് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരുപാട് സൈക്കോ തെറാപ്പീസ് പഠിക്കുന്നുണ്ട്, പക്ഷേ ചില ഡിഫറെൻറ്റ് കേസുകളിൽ നമ്മൾ ചിലപ്പം യുണീക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളെ മുമ്പിൽ ഒരു കേസ് വരുന്ന സമയത്ത് നമ്മൾ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സൈക്കോ തെറാപ്പി അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് ഈ ആ ഒരു കേസ് സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഈ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത്തരം തെറാപ്പീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ യുണീക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ന്യൂ തെറാപ്യൂട്ടിക് ടെക്നിക്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേസ് സ്റ്റഡീസിലൂടെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടിയാണ് കേസ് സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കേസ് സ്റ്റഡീസിൻ്റെ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ലിമിറ്റേഷൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയാസ്ഡ് ആവാം. അതായത് നമ്മൾ കേസ് സ്റ്റഡി എടുക്കുന്ന സമയത്ത് നമ്മൾ പേഷ്യൻറ്റിൻ്റെയും ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ അവർ തരുന്ന ഇൻഫർമേഷൻസിൽ നമ്മൾ റിസർച്ചേഴ്സ് ബയാസ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ അവരുമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അതിന് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ വാലിഡിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് കേസ് സ്റ്റഡി. അടുത്തത് കോറിലേഷണൽ മെത്തേഡ്. കോറിലേഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ചൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് ചൂസ് ചെയ്തിട്ട് അത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്ന് അസസ് ചെയ്യുന്നതിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കേസ് സ്റ്റഡീസിൽ നമുക്കത് പേഷ്യൻറ്റോ ക്ലയൻറ്റോ ആയിരുന്നെങ്കിൽ ഇവിടെ കോറിലേഷൻ മെത്തേഡിൽ നമ്മൾ അവരെ സബ്ജക്റ്റോ പാർട്ടിസിപ്പൻസോ ആയിട്ടാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, നമ്മൾ ഒരു സാമ്പിളിംഗ് മെത്തേഡിലൂടെ നമ്മൾ ലാർജ് പോപ്പുലേഷനിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ അവരുടെ ഇടയിലുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് വേരിയബിൾസ് സെലക്ട് ചെയ്തിട്ട് അവരുടെ ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മെഷർ ചെയ്യും. എന്നിട്ട് ആ ഒരു കിട്ടുന്ന ആ ഒരു റിസൾട്ട് നമ്മൾ ആ ഒരു ലാർജ് പോപ്പുലേഷനിലേക്ക് ശരിക്കും ഇതാക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ആ ഒരു സ്മോൾ പോപ്പുലേഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ലാർജ് പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ശരിക്കും നമ്മുടെ എന്താ പറയുക, കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആ ഒരു ലാർജ് പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ആ ഒരു കോറിലേഷൻ മെത്തേഡിലൂടെ കിട്ടുന്ന ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആവുള്ളൂ. കോറിലേഷൻ രണ്ട് തരത്തിലുണ്ട്: പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് നോൺ കൺസിസ്റ്റൻറ്റ് നോ കോറിലേഷൻ, അൺറിലേഷൻ. ഓക്കെ, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിൾ കൂടണം. അതായത് ഒരു വേരിയബിൾ
മറ്റേ വേരിയബിളിനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവണം. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു കോറിലേഷൻ ഒന്ന് കുറയുന്ന സമയത്ത് മറ്റൊന്ന് കൂടുകയും ഒന്ന് കൂടുന്ന സമയത്ത് മറ്റൊന്ന് കുറയുകയും, അത് നെഗറ്റീവായിട്ടുള്ള റിലേഷൻ ആയിരിക്കണം. നോ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാതിരിക്കണം. അപ്പോൾ ഇതാണ് മേജറായിട്ട് 3 കൈൻഡ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് നോൺ കോറിലേഷൻ. ഓക്കെ, ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷനാണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ ക്യാൻ വേരി ഫ്രം +1 to -1. ആ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ്, ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്നും പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന ആ ഒരു ന്യൂമറിക്കലി നമ്മൾ അതിനെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ് വിളിക്കുക. ഇറ്റ്സ് റെപ്രസെൻറ്റഡ് ആസ് എ ലെറ്റർ, സിംബലൈസ് ആസ് ദ ലെറ്റർ R. അപ്പോൾ അത് +1 -1ൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും വരാം. ദ സൈൻ ഓഫ് ദ കോഎഫിഷ്യൻ്റ് ഇവിടെ മാറിപ്പോയതാട്ടോ, ഇത് പ്ലസ്സും ഇത് മൈനസും ആണ്. ഓക്കെ, സോറി, ഇത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. സൈൻ എന്ന് പറയുന്നത് ഇത് പ്ലസ്സും ഇതും മൈനസാണ്. അപ്പോൾ അത് ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ ആണ് കാണിക്കുന്നത്, ആൻഡ് നമ്പേഴ്സ് മാഗ്നിറ്റ്യൂഡാണ് കാണിക്കുന്നത്. എനിത്തിങ് R, അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 0 ആണെങ്കിൽ അവിടെ കാണിക്കുന്നത് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ആണ്. ഓക്കെ, 0നോട് എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം അവരുടെ റിലേഷൻഷിപ്പ് വീക്കായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നേരെ തിരിച്ച് നമ്മൾ 1 to 0.75 വരെയുള്ളതൊക്കെ ഒരു സ്ട്രോങ് കോറിലേഷൻ ഉണ്ടെന്നാണ് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് വാല്യൂ P <0.05 ആണെങ്കിൽ നമ്മളത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ്, അതായത് ഒരു 5% പ്രോബബിലിറ്റി ഉണ്ട് 5% പ്രോബബിലിറ്റി ഉണ്ട് എറേഴ്സ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നത് ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നും ഒരു കുറച്ച് സാമ്പിൾസിനെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ലാർജ് പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ചാൻസസിൽ എറേഴ്സ് 5%ഓളം ഉണ്ടാവാം എന്ന് കാണിക്കുമ്പോൾ നമുക്കത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പം കമ്പയർ ടു നമ്മുടെ കേസ് സ്റ്റഡീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോറിലേഷനിൽ എക്സ്റ്റേണൽ വാലിഡിറ്റി ഹൈയും ഇൻറ്റേർണൽ വാലിഡിറ്റി ലോ ആണ്. അതായത് ഇൻറ്റേർണൽ വാലിഡിറ്റി ഇല്ല, എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട് കോറിലേഷന്. പക്ഷേ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡിപ്പെൻഡൻ്റ് ലൈക്ക് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നു, ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ നേരെ തിരിച്ച് എന്ത് റിലേഷനാണ് ഇതിൻ്റെ ഇടയിലുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക, എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടുന്നില്ല. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫാക്ടർ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാൻ പറ്റൂ. അടുത്തത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ഓക്കെ, എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ നമ്മൾ കമ്പയർ ടു കോറിലേഷനെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 2 വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. 2 അതിൽ കൂടുതലോ വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന വേരിയബിളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ആൻഡ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന അത് കാരണം എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതർ വേരിയബിൾസും ഉണ്ടാവാം. നമ്മൾ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ അതർ വേരിയബിൾസ് ക്യാൻ ഓൾസോ എഫക്റ്റ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ സ്റ്റഡീസിനെ അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് അത്തരം എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയൺമെൻറ്റൽ ആയിട്ടുള്ള വേരിയബിൾസ് നമ്മളെ സ്റ്റഡീനെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മളെ സ്റ്റഡി തെറ്റായിപ്പോവും. അപ്പം അത്തരം വേരിയബിൾസ് നമ്മളെ സ്റ്റഡീനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറച്ച് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് കൺട്രോൾ ഗ്രൂപ്പ്, റാൻഡം അസൈൻമെൻറ്റ് ആൻഡ് ബ്ലൈൻഡ് ഡിസൈൻ. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് 2 ഗ്രൂപ്പ് ഉണ്ടാവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനകത്താണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൊടുക്കുന്നത്. ഓക്കെ, കൺട്രോൾ ഗ്രൂപ്പിനോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇപ്പം എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനകത്ത് നമ്മൾ മാനിപ്പുലേഷൻസ് വരുത്തിയിട്ട്, അതായത് ഇൻറ്റേർണൽ വേരിയബിൾസിനകത്ത് മാനിപ്പുലേഷൻസ് വരുത്തിയിട്ട് നമ്മൾ അവരുടെ ചേഞ്ചും, കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മളൊരു ചേഞ്ചും വരുത്തില്ല. നമ്മൾ നോക്കും എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കും. എന്നിട്ട് ഈ 2 ഗ്രൂപ്പിലും കിട്ടുന്ന റിസൾട്ടുകൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം കൺട്രോൾ ഗ്രൂപ്പ് സെറ്റ് ചെയ്യുന്നതിലൂടെ കൺട്രോൾ ഗ്രൂപ്പിൽ നമുക്ക് മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും എഫക്റ്റ് ചെയ്യാണ്ട് നോക്കാൻ നമുക്ക് പറ്റും. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്
എഫക്റ്റ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ എഫക്റ്റ് ഉണ്ടോ എന്ന രീതിയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കോറിലേഷനിൽ പറഞ്ഞ പോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പം സിഗ്നിഫിക്കൻറ്റ് വാല്യൂ നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ഒരു ലാർജ് പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, സ്റ്റഡി സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റാൻഡം അസൈൻമെൻറ്റ് പറയുന്നത് നമ്മൾ സാമ്പിളിംഗ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു അക്കാഡമിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് സ്റ്റഡി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിലെ അക്കാഡമിക് പെർഫോമൻസ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയ ഒരു 5 കുട്ടികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ആ ഒരു ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്തോളണം എന്നില്ല. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ റാൻഡം ടെക്നിക്സ്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ സാമ്പിളിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പം കൂടുതൽ ആ ഒരു പോപ്പുലേഷനിലെ എല്ലാ ഏരിയാസ് നിന്നുള്ള കുട്ടികളെയും നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റഡി കുറച്ചും കൂടി എന്താവും, ആ ഒരു പോപ്പുലേഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് എന്താ പറയുക, നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ, വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ റാൻഡം അസൈൻമെൻറ്റ് ഒരു മെത്തേഡാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലൈൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സ്റ്റഡി നമ്മുടെ ആ ഒരു പാർട്ടിസിപ്പൻ്റ് അറിയില്ല എന്താണ് സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരാളുടെ പാർട്ടിസിപ്പൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, നിങ്ങൾ പേഴ്സണാലിറ്റി ടെസ്റ്റാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ടെസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ ശ്രമിക്കും അല്ലേ. പക്ഷേ നേരെ തിരിച്ച് ഞാനൊന്നും പറയുന്നില്ല, ഒരു മെത്തേഡും കൺവേ ചെയ്യുന്നില്ലെങ്കിൽ അത് ബ്ലൈൻഡ് ഡിസൈനാണ്. ബിക്കോസ് ദ പാർട്ടിസിപ്പൻറ്റ് ഡസൻറ്റ് നോ വാട്ട് ദേ ആർ ഇൻറ്റൻഡഡ് ടു ഡു. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, അവർ മാക്സിമം ബയാസ്ഡ് ആവാതെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻ്റ് ആൻഡ് ഓൾസോ ദ എക്സ്പെരിമെൻറ്റർ, അവർ 2 പേർക്കും അറിയില്ല എന്ത് എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. അത് മേജറായിട്ടൊരു ആളുണ്ടാവും, ഹെഡ് ഉണ്ടായിരിക്കും. ഹെഡ് എക്സ്പെരിമെൻറ്ററിനോട് പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ നോക്കണം എന്നുള്ളത്. പാർട്ടിസിപ്പൻറ്റിന് അതിനനുസരിച്ചുള്ള ഗൈഡൻസും കൊടുക്കും. ബാക്കിയെല്ലാം റിസർച്ച് ചെയ്യുന്നത് ഹെഡായിരിക്കും. അപ്പോൾ ഈ ചെയ്യുന്ന എക്സ്പെരിമെൻറ്ററോ പാർട്ടിസിപ്പൻറ്റോ അറിയുന്നില്ല എന്ത് കൈൻഡ് ഓഫ് റിസർച്ച് സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡബിൾ ബ്ലൈൻഡ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബേസിക് കാര്യങ്ങളും ഒക്കെ എടുത്തു പോയത്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇതിലപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പം അതെല്ലാം കൂടി നോക്കുക. എല്ലാം എന്തായാലും നോട്ട്സ് വായിച്ച് നോക്കുക, എക്സ്ട്രാ റെഫർ ചെയ്യുക. ഇതിൻ്റെ അടുത്ത സെഷനിൽ നമുക്ക് കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്ത് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കുക. മനസ്സിലായില്ലെങ്കിലും അത് കൺവേ ചെയ്യാം. ഓക്കെ, താങ്ക് യു.